ടാക്സി വണ്ടികൾ മറ്റേ സിനിമയെല്ലാം കാണാൻ കഥ പണ്ടത്തെ മോഡൽ. നീ കിട്ടുന്നില്ലേ? അപ്പോൾ നല്ല ഉറക്കം ഉറങ്ങി ട്രെയിനിന്. ഇപ്പം നമ്മളുള്ളത് ഗോവയിലാണ്. ഗോവയിൽ ഏത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയ? ടി വി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പാക്കേജ് ഉണ്ട് നമ്മളെ ചങ്ങായി തന്നെ, അഖിലിൻ്റെ റിബൽ പാക്കേജ്. അപ്പോൾ എൻ്റെ ഒരു ഓനടിയില്ല, അഖിലടിയില്ല, അഖിലിൻ്റെ സുഹൃത്ത് നമ്മളിങ്ങോട്ട് കൂട്ടാൻ വേണ്ടി വരുന്നവരുണ്ട്. നമ്മളിപ്പോൾ അവിടെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്റർ ഇങ്ങ് താഴോട്ടേക്ക് നടന്നു. ഇപ്പോൾ ഇവിടെയാണ് ബസ് സ്റ്റേഷനും ബസ് സ്റ്റോപ്പും കാര്യങ്ങളിലോ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് ആൾക്കാരും കൂടി കിട്ടിയിട്ടുണ്ട്. അവരവിടെ ട്രെയിൻ വേണ്ടിയാണ്, അവരും കൂടി നമ്മളൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്കിനി ഓനെ കാത്തുക. ബാക്കി പരിപാടികളും വിശേഷങ്ങളെല്ലാം 2 ദിവസം ഗോവയിലെ വിശേഷങ്ങൾ കാണാം നമുക്ക്. ഗോവക്ക് ഓരോ ആളെ കണ്ണിലും ഗോവക്ക് ഓരോരോ സൗന്ദര്യമാണ്. ചില ആൾക്കാർക്ക് നമ്മളിതിനാരും വെള്ളടിക്കുന്നവരൊന്നുമില്ല. ഗോവക്ക് ചില ആൾക്കാർ വെള്ളടിക്കാനാണ് വരുന്നത്, ചില ആൾക്കാർ ബീച്ചിൽ കാണാൻ വരുന്നത്. നമ്മളെന്തിനാ വന്നിരുന്നത് നമുക്ക് തന്നെ അറിയില്ല. മറ്റേ ബങ്കി ജമ്പിന് വന്ന 2 ആളുണ്ട്, ലില്ലിയും ജിഷ്ണു. എന്തോ ഇന്നലെ ന്യൂസ് കണ്ടിട്ട് ജിഷ്ണു പറയാൻ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് നായിയെല്ലാം കാണാൻ. എവിടെയും വന്നിട്ട് അമേരിക്കയിലാ. സമയത്തിനായി നാട്ടില് സമയത്തിനായി അമ്മേനെ വിളിച്ചിട്ട് ആദ്യമായിട്ട് കേരളത്തിന് പുറത്ത് വരുന്നത്. ചളിയൊന്നുമല്ല, വന്നു നോക്കറ ലുക്ക് കണ്ട. പക്ഷെങ്കില് പെട്ടിയുണ്ട്, നമ്മളെ പെട്ടിയെല്ലാം ജിഷ്ണു ഇവിടെ വെച്ചാല് ഫുള്ള് ടാക്സി ആട്ടാ. ഇന്നമ്മേ പശു, ഒരു പശു ഉണ്ടാടാ. പശു അല്ല, എന്നാ അത് കളയാ, എരുമയാ. വന്നിട്ടൊരു കുത്തുകുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ടാക്സിയാണ് ഇവിടെ മുഴുവൻ. നമ്മൾ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ. പക്ഷെ അങ്ങനെ ശല്യമില്ല കേട്ടോ, ടാക്സി വേണമെന്നേ കേൾക്കുന്നില്ല. ഡൽഹിയിലെല്ലാം പോയി ഇറങ്ങിയാൽ അവനെ ഓട്ടോറിക്ഷക്കാർ പിടിച്ചിട്ടില്ലേ, ഓട്ടോറിക്ഷയിലേക്ക് കയറ്റും. ജിഷ്ണുവിൽ പോയിട്ടുണ്ടെങ്കിൽ ഇടത്തേക്കെങ്കിലും പോകും. ജിഷ്ണു ഡൽഹിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാണ്ടിറങ്ങി അവർ കൂട്ടിയിട്ട് പോവുകയും ചെയ്യും. ഇതെല്ലാം ബുക്കും ഓരോന്നോരോന്നായിട്ട്. വലിയ ഉറക്കത്തിൻ്റെ ഉള്ളത്, വലിയ നല്ല ഉറക്കം. ട്രെയിനിൽ കയറിയാൽ ഉറങ്ങിയത്. ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങിയ അവാർഡ് ലില്ലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി 7 സീറ്റർ വണ്ടി കയറി. സഞ്ജുദാസ് സ്കൂട്ടി പോയിട്ടുണ്ട് നമ്മളെ ഗൈഡിന്റെ. നമ്മളെ ബാഗ് തെല്ലില്ലേ, വേറെ വെച്ചിട്ട് ബാഗ്. ബാഗെല്ലാം ഉണ്ട് ബാഗിൽ തന്നെ. അപ്പോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഫസീനോ വണ്ടി അല്ലേ? എങ്ങനെ ഫസീനോ യൂസ് ചെയ്യുന്നില്ല? അവിടെ എന്താ ഇങ്ങനെ ഫസീനോ യൂസ് ചെയ്യുന്നത്? ഫസീനോ എന്താ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? മൈലേജാ ഫസീനോ വണ്ടി? റൂം എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ട്. വിഷ്ണു എടുക്കണേ. അപ്പൊ റൂമിലെത്തിയിട്ടുണ്ട് നമ്മള്. അല്ല അതിനെ കാണിക്കുന്നില്ല, കുപ്പായി ലില്ലി കുപ്പായി ഇടുന്നത്. ചങ്ങായി എന്നാ സ്വിമ്മിംഗ് പൂൾ കാണിക്കട്ടല്ലേ? സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇടാ. ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ആള്. നമുക്ക് ഫുഡിന്റെ പരിപാടി ലേഡിയാണ്. അപ്പുറം വേറെ, ഇത് രണ്ടും ഒന്നിന്റെ ടീമിന്റെ ആണ്. അപ്പോ നമ്മളെ പരിപാടി തുടങ്ങാം. പല്ലിയപ്പ് കുളി എല്ലാം തുടങ്ങണത്രേ, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. വലിയ ട്രോളി ബാഗിൽ ഉരുട്ടിക്കൊണ്ടേ കാവിൽ കാണിക്കട്ടെ. ഇതെല്ലാം വിടുക ഞാൻ വീഡിയോയില്. സഞ്ജു കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടേ. ആ പേന്റ് നമ്മള് വീട്ടിൽ തന്നെ കഴിച്ച് ചാടില്ല, അയാൾക്ക് ചാടിയിട്ട് പോയിട്ട് നിരത്ത്. ഇവിടെ നമുക്ക് സ്കൂട്ടിയെല്ലാം റെന്റിന് കിട്ടും. അപ്പോൾ നമ്മൾ ജിഷ്ണു എല്ലാം മാച്ചാണ്. സഞ്ജു ഒരു വണ്ടി, അജയ് ഒരു വണ്ടി, ഞാൻ ഈ വണ്ടി. നമ്മള് ചായ കുടിച്ചില്ല, ചായ കുടിക്കാൻ വേണ്ടിട്ട് ഓടണം കേട്ടാ. ചേട്ടാക്കേ എങ്ങനെ വിചാരിക്കില്ല. നമ്മളങ്ങനെ റൈഡ് തുടങ്ങി. സ്റ്റാർട്ടിങ് ഗോവയിലെ ഫസ്റ്റ് ഡേ അല്ലേ? വണ്ടി പാർക്ക് ചെയ്ത് ചായ ഇടുന്നതാണ്.
സ്ഥലം പോലെ നാറാത്ത് നമ്മുടെ സ്ഥലം തന്നെ ഉണ്ട്. പക്ഷെ ഗോവയാണ്. 300 അടിക്കുന്നുണ്ട് നമ്മള്. കേരള. ആ Hello Kerala. ഹായ്. ഹലോ ഗോവ. I am now. No. I'm from Karnataka. This Karnataka. name is Goa. ഓ ഓക്കെ. ആ 96. 1 ലിറ്റർ 96. 1 ലിറ്ററിന് 96 റുപ്യ. നമ്മളെടുക്കാത്ര 104 കണ്ണക്ക് ഇവിടെ 96. എന്നാ പോയല്ലേ ഉള്ളിൽ കയറിയാ. നമ്മള് സൗന്ദര്യ സംരക്ഷണം കൂടി എൻ്റെ കൂട്ടത്തിൽ നോക്കുന്നുണ്ട്. ഗോവയിലെ പൂച്ചനെ കണ്ട നമ്മളെ പൂച്ചനെ പറ്റില്ലേ? ഗോവയിലെ പൂച്ച ഭയങ്കര തിരക്കാട്ടാ പമ്പിലെല്ലാം. അപ്പോൾ ആടുന്ന് സൺസ്ക്രീൻ വാങ്ങി കാണുന്നില്ല. 300 റുപ്യ വിടാ. ബ്രിഡ്ജ് നിറച്ച് കോട്ട. ആ തീൻ ഓക്കെ 150. അടി ഇത് എടുത്തേക്കാ ഇത്. ആ ഓക്കെ. ഇത് അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്കൂട്ടിക്ക് 50 വെച്ചിട്ട് 150 രൂപ പാസ്. ഓക്കെ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടിക്ക് 50 രൂപ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ 150 രൂപ നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ ഇത് കോട്ടയാണ്, ഇതിൻ്റെ ഉള്ളിൽ കോട്ടയാണ്. കോട്ടയനുള്ളിൽ കയറണമെങ്കിൽ വേറെ പൈസ എടുക്കണം. എവിടെ മൂരുമണം പിടിക്കാനാ നാട്ടിൽ. അപ്പോൾ നമ്മളെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ സ്കൂട്ടിക്ക് എന്നാ പൈസ മേടിക്കുന്നത് വെച്ചാൽ ഇവരെ പാർക്കിങ്ങിലല്ലാണ്ട് പുറത്ത് മേടിക്കുന്ന യൂണിഫോം ഇട്ട് വരുന്ന ആൾ, പിന്നെ ഒരേ പോലത്തെ ഡ്രസ്സ്. അപ്പോൾ പുറത്ത് ഏടാ വണ്ടി വെച്ചാലും ജിഷ്ണു, പുറത്ത് ഏടാ വണ്ടി വെച്ചാലും ഇല്ലേ പോലീസ് എടുത്ത് കൊണ്ടുപോകും. വണ്ടി പൊക്കലെന്നല്ല എടുത്ത് കൊണ്ടുപോകും വരും. പിന്നെ നമുക്ക് എത്ര 20 റുപ്യേൻ്റെ 30 റുപ്യേൻ്റെ വെള്ളം ഇടാം. വാ അതെല്ലാം പിന്നെ അങ്ങനെ 30 രൂപ. പറഞ്ഞ് കന്നഡ വാങ്ങണ്ട പോയി നോക്കിയിട്ട്. ടീ കോഫി 20, കോഫി വടാപ്പാവ് 30. എന്നാലും പൈസ ഉണ്ട്, അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കുറച്ച് അത്യാവശ്യം പൈസ തന്നെയുണ്ട്. കന്നഡ പണിക്കുണ്ട് 100 രൂപേനെ കന്നഡ. 500 രൂപ പോടാ. 500 രൂപ നല്ല സ്റ്റാൻഡേർഡ് സാധനം വാങ്ങിയാ പോരെ. കുറേ സാധനം പണിക്കണം. ഇവിടെ കാണാണ്ടായാലും വിളിച്ചു പറയാനൊന്നും നടക്കൂലേ. പാവന്നൂരിന്ന് വന്നേന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ കേട്ടാ. നെല്ല് വേച്ച് ജിഷ്ണു വേച്ച് കൊടുക്കടാ. 5 കൊടുക്കും കുറച്ച്. വെയിൽ കൊണ്ടാലേ മുഖം ടാൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഇപ്പൊ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നല്ലേ. പണ്ടെല്ലാം വെയിൽ നട്ടുവെച്ചൊക്കെ ക്രിക്കറ്റ് ആ കണ്ടത്ത് കളിക്കുമ്പോ എന്തെന്ന് ശ്രദ്ധിക്കല്. കഞ്ഞിന്റെ വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ സൺസ്ക്രീം വന്നു, ടാന് കളിയല് വന്നു. എന്തെല്ലാണപ്പാ. കന്നഡ നോക്കുന്നുണ്ട് കേട്ടാ. 100 രൂപേനെ കണ്ണടി വാങ്ങിയിട്ട് ടിക്കറ്റ് കൗണ്ടർ, ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ്. ലാശെന്തുണ്ട് ഇംഗ്ലീഷിൽ വായിക്കാൻ കിട്ടുന്നില്ല. മലയാളി കള്ള് തറക്കള്ള്. സൺസ്ക്രീൻ വയ്ക്കുന്നുണ്ടേ. പാടാക്കല്ലേ ചങ്ങായി. പാടായല്ലേ. വെളിക്കല് മാത്രല്ല നമ്മൾ ഇന്ത്യക്കാർക്ക് 25, പിന്നെ ഇന്ത്യക്കാർ അല്ലാത്തവർക്ക് 300 റുപ്യാണ് കേട്ടോ. അതിനുള്ളിൽ കയറാൻ എല്ലാം 100 രൂപേനെ കാണാൻ കഴിഞ്ഞിട്ട്. ഇത് 100 അല്ല കേട്ടോ, ഇത് 500 രൂപ. ഇത് മാത്രമേ ഒറിജിനൽ ഉള്ളൂ. ഇതിന് 500 രൂപ. 25 തളിപ്പറമ്പ് ഡാക്കീസ് തടിച്ചു വരികയാണ്. ടിക്കറ്റ് കുറിച്ച് കഴിഞ്ഞാൽ നമ്മള് പൊരി വെയിലത്ത് കോട്ടയിലേക്ക് കയറിയത്. ഈ സമയത്തുള്ള ആള് കയറുന്നുണ്ട് കേട്ടാ. കോട്ട അടച്ചു. ഇന്നത്തെ കോട്ട കഴിച്ചത് കാക്കലതാ. വിഷ്ണു എന്ന് വിളിച്ചു. അവിടെ വിഷ്ണു വരാത്ത എന്തുകൊണ്ടാ അറിയാം. വിഷ്ണുവിന് മില്ലിൽ പണികളുണ്ടാട്ടാ.
നമ്മളെല്ലാരും വിഷുവിന്റെ തിരക്കായോണ്ട് പിന്നെ വിഷുവിന്റെ തിരക്കായോണ്ട് മില്ലിൽ ആരും ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ജിഷ്ണു കാക്ക നമ്മളാക്കാനെ പോലെ തന്നെ കേട്ടാ. അല്ല നേരത്തെ ഒരു പൂച്ചനെ കണ്ടിട്ട് ചെങ്ങായി നേരത്തെ ഒരു പൂച്ചനെ കണ്ടിട്ട് വരാനേ നമ്മളെ നാട്ടിലെ പോലെ തന്നെ പൂച്ച. ഇത് കേടിയാ പന്നി. ഗോവാന്ന് വെച്ച് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മേനോട് നേരത്തെ പറഞ്ഞേ സമയത്തിനായിടാ. അമേരിക്ക അല്ല നീ വന്ന് നോക്കല്ലേ കോട്ട ഇപ്പൊ ഈടില്ലേ ഇവിടെ താല് എടാ ഇവിടെ ജൂൺ മാസത്തിൽ താല് വെള്ളം ഉണ്ടാവും കേട്ടാ. ടിക്കറ്റ് ചെക്കിങ് കോട്ടയിലേക്ക് വരുന്നുണ്ട്. കണ്ണൂർ കോട്ട, ബേക്കൽ കോട്ട, ഗോവ കോട്ട. നല്ല സുഖം കേട്ടാ ഇവിടെ ഞാൻ നല്ല അമ്മേ മഹാമയേ. വെറുതെ അല്ല ആള് ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാ കണ്ണനായിട്ടൊന്നും കാണുന്നില്ല. ഇതില്ലേ എനക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാല് എനക്ക് പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ ഗോവക്ക് വരുന്നവര് ഈ സമയത്ത് വേറെ എടീ നമ്മളിങ്ങോട്ട് കയറിയിട്ടില്ലെങ്കിൽ നഷ്ടമായി പോയി. കടല് കാണണ്ട കടല് ഫുൾ ഫോട്ടോഷൂട്ട് ആട്ടോ നമ്മള് ഫുൾ ഫോട്ടോഷൂട്ടും പരിപാടിയിലായിട്ടാണ് ഈ പൊരി വലുത്. മലയാളം കേരള തും ഹിന്ദി ആന്ധ്ര അങ്ങനെ പൊരി വെയിലത്ത് കോട്ടയന്റെ ഫുൾ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. അത് പഴയ കോട്ട ഇതിന്റെ കുറച്ച് അല്ലേ ആഫ്റ്റർ അതെ അത് നമ്മൾ പറഞ്ഞ തന്നെ തെറ്റിപ്പോലെ ചരിത്രം പറയുമ്പോൾ തെറ്റിപ്പോലെ മുമ്പിൽ മാറിക്കാൻ മുമ്പിൽ വന്നിട്ട് ഫോണിൽ നോക്കുന്നത് ആഫ്റ്റർ പെയിന്റ് അടിക്കുന്നതിന് മുമ്പേ എല്ലാം ബിഫോറും ആഫ്റ്റർ ആട്ടാ. നമ്മള് കോട്ടയനോട് ഇങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളെ പരിചയമുള്ള അവരൊരു ആന്ധ്ര മലയാളികളല്ല ആന്ധ്രക്കാരങ്ങാട്ടാണ്. അവരൊന്നിട്ട് നിങ്ങൾ ഇതിനകത്തുള്ളിയല്ലേ യൂട്യൂബിലല്ലേ സഞ്ജുവിനെ കണ്ടപാട് തിരിച്ചറിഞ്ഞു മേലാൽ. നമ്മളെ അറിയുന്നവർ ഈ ഗോവാത്തിലുണ്ട് കേട്ടാ. ഇന്ത്യ മൊത്തം പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറുകളാണ്. ഇതാ വാ നമുക്ക് തണകത്ത് നിന്നിട്ടല്ലേട്ടാ നമുക്ക് ഇനി വെയിൽ താണ്ടട്ടെ. ചങ്ങായി പുറത്ത് പോയി വലിയപ്പോ നമ്മളെ ഗൈഡിന്റെ പുറത്തേടെ വെക്കുന്നത്. വാ എന്നാല് നല്ല കോട്ടാട്ടാ. അവിടെ കൊറേ ആളെ കണ്ടിട്ടില്ലേ ജിഷ്ണു അങ്ങോട്ട് എന്തോ കൊണ്ടുവന്നിട്ട് പോയി. ടോയ്ലറ്റാണ് അത് വായിക്കാൻ അറിയണ്ടേ. ടോയ്ലറ്റാണ് ഈ ഭാഗത്തെ വെയിലൊന്നും ഒറ്റപ്പൊടി ഒഴിവാക്കാണ്ട് കൊണ്ടിട്ട് നമ്മള് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി അടുത്ത സ്പോട്ടിലേക്ക് വെയിൽ കൊള്ളാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ഒരു ചൂടില്ലല്ലോടാ അല്ലേ നമ്മുടെ നാട്ടിലെ മുഖത്തൊരു അല്ല അങ്ങനല്ല നമ്മുടെ നാട്ടിലൊരു വല്ലാത്തൊരു കുറിച്ചില്ലേ ഇന്നലെ ഓട്ടി ലൈം സോഡ കേരള 20 40 റുപ്പീസ്. നമ്മൾ ആർന്ന് കുടിച്ചില്ല ആടെ അവര് ഭയങ്കര 40 കേരള 20 40 അത് അച്ചായ ലൈം സോഡ 40 ലൈം സോഡ कितना 5 एक लाइम ओके. अपर वीडियो वीडियो बनाता नहीं कुछ नहीं प्रॉब्लम नहीं है वीडियो यूट्यूब में नहीं प्रॉब्लम नहीं है. बाबा അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞത് അഗോഡ ഫോർട്ട്, ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് ലോവർ ഫോർട്ട് അഗോഡ. സെയിം സ്ഥലം തന്നെ അല്ലേ. അപ്പോൾ അടുത്ത സ്ഥലം ഇത് ഒരു കോട്ട തന്നെയാണ്. ഇവിടെ കുറച്ച് കടലും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ബീച്ച് സൈഡ് തന്നെയാണ് ഇത്. അങ്ങനെയുള്ളൊരു കോട്ടയാണ് കേട്ടോ. സ്കൂട്ടിക്ക് എങ്ങനെ പോയാലും 50 രൂപ പാർക്കിംഗ്. നമ്മൾ ഇതെല്ലാം കടൽ അങ്ങോളം ഇതല്ലടാ കോട്ടേനെ. ഇതെല്ലാം എന്തിനാണ് ഉണ്ടാക്കിയത്? പണ്ട് സായിപ്പന്മാരല്ലേ, സായിപ്പന്മാർ പിന്നെ കടലിൽ നിന്ന് ആരെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ, നമ്മളെ വണ്ടി കറക്റ്റ് ടൈമിന് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇവിടെ ഇതിങ്ങനെ നോക്കും. അതിലൂട്ടാ ഇങ്ങനെ നോക്കിയാൽ പോരെ, ഇത് തോക്ക് വെക്കുന്നേ. അപ്പോൾ ഇങ്ങനെ നോക്കാൻ വേണ്ടി പറങ്കികളെല്ലാം വന്ന സ്ഥലമാണിത് അല്ലേ.
വാസ്കോഡ് ഗാമ വന്നിറങ്ങിയ സ്ഥലമല്ലേ? കാപ്പാട്. വാസ്കോഡ് ഗാമന്റെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ. വാസ്കോഡ് ഗാമ ഉണ്ട്. വാസ്കോഡ ഗാമ ഉണ്ട്. ഇതെല്ലാം പഠിച്ചിട്ടാണ് PSC കിട്ടിയിരുന്നത്. അപ്പൊ നമ്മളിപ്പം കയറിയ കോട്ടേന്റെ ഒരു കഷ്ണം പീസാണ് ഇത്. അങ്ങനെയാ. അപ്പൊ ഇത്രയും വലുതാണ് കേട്ടോ ഇതെല്ലാം. കണ്ടാ ഇവിടെ വെച്ചിട്ടാണ് ഇവര് എന്താ ചെയ്യുന്നില്ല സാർ. യുദ്ധ തിരുവാതിര യുദ്ധം ഇടവേളകൾ തിരുവാതിര അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. അവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനില്ല അല്ലേ? വഴിതെറ്റി. 3-4 വട്ടം വഴിതെറ്റി. നില്ലാതിരി ചെവണില് അങ്ങോട്ടാന്നല്ലോ മറ്റ്. അപ്പൊ ചെറുങ്ങനെ വഴിതെറ്റി. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി റൂമിൽ പോകുന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. തളർന്നല്ലേ, നല്ലോണം ടയർഡായി. വെയിലും ആടാ നേരത്തെ യൂണിഫോം ഇവിടിതാ. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് ബിരിയാണി. ഫുഡ് അൺലിമിറ്റഡ് ആണ് അല്ലേ? എത്ര വേണം കഴിക്കാം. റിബൽ പാക്കേജ് എത്ര വേണമെങ്കിൽ അൺലിമിറ്റഡ് ആണ്. നമ്മൾ രാവിലെ ഇഷ്ടംപോലെ പൂരി കഴിച്ചിന്. ഇനിയിപ്പോൾ ഇഷ്ടംപോലെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിന്ന് അല്ലേ? രാവിലത്തെ പൂരി നല്ല നമ്മൾ വീട്ടിലാക്കുന്നത് പൂരിയും ബാജിക്കറിയും. ഇപ്പോഴത്തെ ഇതും നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയ പോലെ ഫീൽ ചെയ്യുന്നില്ല അല്ലേ? നമുക്ക് സാധാരണ ഫുഡ് ഇഷ്ടപ്പെടാ. ജിഷ്ണു ഒന്നും വർത്താനം വരെ പറയുന്നില്ല കഴിക്കല്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇനിയൊരു ചെറിയ റെസ്റ്റ് എടുക്കലും മയക്കവും കഴിഞ്ഞിട്ട് ഇല്ലേ വാ നമ്മൾ നേരെ അടുത്ത ബീച്ചിലേക്ക്. ഇന്ന് നമ്മൾ ഒരു കോട്ട കവർ ചെയ്തു. ഒരു ബീച്ചിൽ പോയി. 2 കോട്ട അല്ലേ? ജിഷ്ണു കാണല്ലേ? നല്ലോണം തളർന്നു. വെയില് വെച്ചാൽ അങ്ങനെ ഒരു പൊള്ളുന്ന വെയിലൊന്നുമല്ല. പക്ഷെങ്കിൽ അതില്ല. അപ്പൊ ഇനി നമ്മളിനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇനി അടുത്തേക്കെല്ലാം പോകാനല്ലേ? 2 ബീച്ചുണ്ട്. വാഗാ ബീച്ച്, അഞ്ചുവാന ബീച്ച്, പിന്നെ ഒരു കോട്ടയും കൂടി പോകാനുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ ഇന്ന് കവർ ചെയ്യും. രാത്രിക്കാണ് നമ്മൾ വാഗാ ബീച്ചിൽ പോവുക. അവിടെ DJ പാർട്ടിയും വരുന്നുണ്ട്. ഷേക്ക് പാർട്ടി അല്ലേ? ഷാക്ക് പാർട്ടി എന്ന് പറഞ്ഞാൽ ഷാക്ക് പാർട്ടി. അപ്പോൾ അതെല്ലാം ഇന്ന് രാത്രിയുള്ളത്. ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളി, കുറച്ച് നേരം ഉറക്കം, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീണ്ടും പുറപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഇല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഇടാനാവില്ല. അപ്പോൾ ഗോവ വിശേഷമായി, ബാക്കി ഗോവ വിശേഷമായി നാളെ വരാം. അതൊരു ബൈ.